റൈറ്റ്, വീണ്ടും ഇലക്ഷൻ ചാനലിലേക്ക്. നമ്മൾ അവസാനിപ്പിച്ചത് ഇതുവരെയുള്ള പാർലമെന്റിലെ എംപിമാരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആണ്. എങ്കിൽ ഈ സസ്പെൻഷൻ നേരിടുമ്പോഴാണ് ഇന്ത്യ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ പുരോഗമിക്കുന്നത്. അതെടുത്തു പറയേണ്ടത് ഇന്ത്യ മുന്നണിയുടെ അമരത്തേക്ക് കോൺഗ്രസിന് വരാനുള്ള വലിയൊരു അവസരമുണ്ടായിരുന്നു. മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും തെലങ്കാനയിലെയും മിസോറാമിലെയും തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായി കോൺഗ്രസിന് ലഭിക്കുന്ന ഒരിടം. പക്ഷേ തെലങ്കാനയിൽ മാത്രമാണ് കോൺഗ്രസിന് കൃത്യമായി കരുത്ത് കാണിക്കാൻ സാധിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ട് നിലയിൽ കാര്യമായ കുറവുണ്ടായില്ല എങ്കിൽ പോലും സീറ്റ് നിലയിൽ വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. അതിനിടയിലാണ് ഇപ്പോൾ 141 അംഗങ്ങൾ പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉയർത്തുമ്പോൾ പാർലമെന്റിന് പുറത്തിരിക്കേണ്ടി വരുന്നത്. ആ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് വീണ്ടും പ്രാധാന്യം കൂടുകയാണ്. പ്രതിപക്ഷ നിരയെ ഒന്നടങ്കം പുറത്തേക്ക് ഇരുത്താൻ BJP ശ്രമിക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവർ കൂടുതൽ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന്റെ ഇപ്പോഴത്തെ പ്രസക്തി എന്ത് എന്നതാണ് ഈ ഘട്ടത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. ഒപ്പം പ്രേക്ഷകരുടെ ശ്രദ്ധ വളരെ പെട്ടെന്ന് ആ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട പഴയ ഡേറ്റകളിലേക്ക് വളരെ പെട്ടെന്ന് കൊണ്ടുപോവുകയാണ്. അവിടെ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തെ സംബന്ധിച്ച് തന്നെയാണ് നമുക്ക് ആദ്യം പറയേണ്ടത്. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം എന്നത് 2023 ജൂലൈ 18 28 പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യനിരയാണ് നിലവിൽ ഇന്ത്യ മുന്നണി എന്ന് നമുക്ക് പറയാം. ഇതുമായി ബന്ധപ്പെട്ട ആദ്യ യോഗം ചേർന്നത് 2023 ജൂൺ 23 ആയിരുന്നു. അതായത് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യത്തെ സംബന്ധിച്ച് ആലോചനകൾ നടക്കുന്നു. അങ്ങനെ ബീഹാറിലെ പാട്നയിൽ യോഗം നടക്കുന്നു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ആ സമയത്ത് ഇതിൽ 16 പ്രതിപക്ഷ പാർട്ടികൾ ആയിരുന്നു പങ്കെടുത്തത്. തൊട്ടടുത്ത യോഗം, അതായത് രണ്ടാമത്തെ യോഗം എന്നത് 17, 18 തീയതികളിൽ നടന്നു. ജൂലൈ 17, 18 തീയതികളിലായിരുന്നു. സോണിയാഗാന്ധിയായിരുന്നു അധ്യക്ഷ. 10 പാർട്ടികളെ കൂടി പാർട്ടിയുടെ ഈ മുന്നണിയുടെ ഭാഗമാക്കാൻ സാധിക്കുന്നു. ആ യോഗത്തിൽ ആണ് ഇന്ത്യ എന്ന INDIA എന്ന പേര് സാങ്കേതികമായി ഈ മുന്നണി സ്വീകരിക്കുന്നത്. അതിനുശേഷം മറ്റൊരു യോഗവും നടന്നിട്ടുണ്ട്. അത് മുംബൈയിലായിരുന്നു. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ 28 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 63 പ്രതിനിധികൾ പങ്കെടുക്കുന്നു. 14 അംഗ കോർഡിനേഷൻ കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിക്കുകയും ചെയ്തു. 4ാമത്തെ യോഗം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഈ യോഗത്തിൽ മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചു എന്നുള്ളതാണ് ആ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ പ്രതികരണം. ആ വാക്കുകളിലേക്ക് അടക്കം പോകുന്നതിന് മുമ്പ് മനു സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഈ ആര് നയിക്കും ഇന്ത്യ മുന്നണിയെ, INDIA ആര് നയിക്കുമെന്നത് സംബന്ധിച്ച് ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടാകുന്നു. കാരണം അത് ഒരു അവിയൽ പരുവത്തിൽ നിൽക്കുന്നവരുടെ കൂട്ടായ്മയാണ്. മമതാ ബാനർജി ഒരു ഭാഗത്തുണ്ട്, ശരത് പവാർ ഉണ്ട്, DMK ഉണ്ട്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസിൽ തന്നെ ആരാണ് അതിൻ്റെ അമരത്തേക്ക് വരേണ്ടത് എന്ന തർക്കമുണ്ട്. ഇതിനൊക്കെ ഇടയിൽ ഇതൊരു അവസരമായി INDAക്ക് മാറുന്നുണ്ടോ? INDA കഴിഞ്ഞ നമുക്കറിയാലോ ഡിസംബർ ആദ്യവാരത്താണല്ലോ അവരാദ്യം യോഗം കൂടുന്നതിനെ കുറിച്ച് തീരുമാനിച്ചു. പിന്നീട് അത് പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ ഒരു യോഗം മാത്രമായി അത് മാറ്റുകയും ചെയ്തു. പിന്നെ ഡിസംബർ 3-ാം വാരം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ അത് കോൺഗ്രസ് വിളിച്ചു ചേർത്തതുമായിരുന്നല്ലോ. അതെ, അതിൽ താനിതൊന്നും അറിയില്ല എന്ന് മമതാ ബാനർജി പറഞ്ഞു. തനിക്ക് അതിന് വിവരം കിട്ടിയിട്ടില്ല. അങ്ങനെ ചില ആളുകൾ മാറി നിന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കുറെ കൂടി അന്ന് പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ മാത്രം യോഗം ഖാർഗെയുടെ മുറിയിൽ വിളിച്ചു ചേർക്കാം. പിന്നീട് ഇന്ത്യ മുന്നണിയുടെ ഒരു വിശാലമായ യോഗം ഡിസംബർ അവസാന വാരം വിളിച്ചു ചേർക്കാമെന്ന് അന്ന് തീരുമാനിക്കും. പിന്നീടാണ് അതിൻ്റെ തീയതി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും ഈ ആദ്യത്തെ യോഗം നമ്മൾ പറഞ്ഞ പോലെ ജൂലൈയിൽ ചേർന്നു. പക്ഷെ അതിൻ്റെ അടുത്ത യോഗം അടുത്ത ഘട്ടത്തിൽ തന്നെ പിന്നെ ആദ്യ യോഗം ജൂണിൽ ചേരുന്നു. അതിൻ്റെ അടുത്ത യോഗം ജൂലൈയിൽ ചേരുന്നു. അപ്പോൾ തുടരെ യോഗം ചേരുന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിൽ 3ാമത്തെ യോഗവും ചേരുന്നു. പക്ഷേ അതോടുകൂടി ഇത് പിന്നീടുള്ള 3 മാസങ്ങൾ നമ്മൾ നോക്കിയാൽ ഈ യോഗങ്ങളിൽ ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് കാണാം. പിന്നെ 3 മാസത്തെ ഒരു ഇടവേളയിലാണ്. അപ്പോൾ ജൂണിൽ തുടങ്ങുന്നു ആദ്യ യോഗം. ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുന്നു ഇന്ത്യ മുന്നണി എന്നത്. അത് ജൂലൈയിൽ തന്നെ പ്രാവർത്തികമാക്കുന്നു. 17-18 തീയതികളിലാണല്ലോ യോഗം ചേരുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഘട്ടം പിന്നെ ഓഗസ്റ്റിൽ 31 തൊട്ട് സെപ്റ്റംബർ 1 വരെ
31 സെപ്റ്റംബർ 1 ഒക്കെ ആയി അവിടെ ചേരുന്നു. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബറും അത് കഴിഞ്ഞ് പിന്നെ ഒരു വലിയ ഇടവേള വന്നു. ആ ഇടവേള ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇന്ത്യ മുന്നണി എന്തുകൊണ്ട് യോഗം ചേരുന്നില്ല, എന്തുകൊണ്ട് സീറ്റ് ഷെയറിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള വിഷയങ്ങൾ ഉണ്ടായില്ല എന്ന ചർച്ച വന്നു. ഏതായാലും ഈ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ്, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ്, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിലെ പരാജയം വീണ്ടും ഇന്ത്യ മുന്നണി എന്നൊരു ആവശ്യകതയെ കൂടുതൽ ശക്തമാക്കി എന്ന് നമുക്ക് കരുതണം. ഒപ്പം തന്നെ ഇത്തവണത്തെ വലിയ പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഈ പാർലമെന്റിൽ നടക്കുന്ന ഈ പ്രക്ഷുബ്ധവും അല്ലെങ്കിൽ പാർലമെന്റിൽ നടക്കുന്ന ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കുറെ കൂടി യോജിച്ച് നിന്നില്ലെങ്കിൽ കാര്യങ്ങൾ മാറും എന്നൊരു നില അവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ മല്ലികാർജുൻ ഇതിലൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകും അല്ലെങ്കിൽ അടുത്ത ഒരു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ അത് മല്ലികാർജുൻ ഖാർഗെ ആകുമോ എന്ന ഒരു കാഴ്ചപ്പാട് നേരത്തെ മുൻകൂട്ടി BJP കണ്ടിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം അതിൻ്റെ ഒരു പ്രതിഫലനമായി തന്നെയാണ് പല ഇടങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മന്ത്രിസഭാ രൂപീകരണം ഈ 3 സംസ്ഥാനങ്ങളിലും കൃത്യമായി നടത്തിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു ജാതി അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ദളിത് പ്രധാനമന്ത്രി എന്നുള്ള വാദമൊക്കെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർക്ക് വേണ്ടി നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അതായത് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെയും രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയെയും മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയെയും ഒക്കെ വളരെ കൃത്യമായി ജാതി രാഷ്ട്രീയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തവണ BJP നിയമിച്ചിട്ടുള്ളത്. അതൃപ്തിപ്പെടുത്തുന്നുമില്ല. അവർക്കും ഇതുണ്ട്. രജപുത്രർക്ക്, ദിയാകുമാരിയെ പോലുള്ളവർക്ക് അവർക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അതേസമയം പിന്നോക്ക യാദവർക്ക് അംഗീകാരം, മോഹൻ യാദവിനെ പോലുള്ള യാദവർക്ക് അംഗീകാരം കൊടുക്കുന്നു. അതുപോലെ ശർമ്മ വിഭാഗത്തിൽപ്പെട്ട ഉയർന്ന കാസ്റ്റിലുള്ള ആളുകൾക്ക്. അപ്പം എല്ലാ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നു. ഒപ്പം തന്നെ വളരെ പിന്നോക്കമായി നിന്ന ഗോത്ര വിഭാഗക്കാർക്ക് മുഖ്യമന്ത്രി വിഭാഗത്തിൽ നിന്നുള്ള ആൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നു. അതൊക്കെ പിന്നെ വിഷ്ണുദേവ് ദിയോ ഒക്കെ ഈ രാജ്യത്ത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ കോൺഗ്രസ്സിന് BJP ഒരു ഉയർന്ന ജാതിക്കാരുടെ പാർട്ടിയാണെന്നോ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളെ പ്രതിദാനം ചെയ്യുന്നില്ലെന്നോ ഒക്കെ ഉള്ള ആരോപണം ഉണ്ടാകുമെന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടെടുത്തിട്ടുള്ള നീക്കങ്ങളാണ് എന്നത്. ഒരുപക്ഷെ മനു, ഇത് ഇലക്ഷൻ ചാനൽ കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് ഈ OBC രാഷ്ട്രീയം, ദളിത് രാഷ്ട്രീയം ഒക്കെ എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്നതും എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് OBC രാഷ്ട്രീയത്തെ ഉയർത്തി കാണിക്കുന്നത്, ഒപ്പം ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നതെല്ലാം നമ്മൾ ഡീറ്റെയിൽസായി ഡേറ്റ സഹിതം പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. അവിടെ ഇത്തരത്തിലൊരു OBC രാഷ്ട്രീയവും അല്ലെങ്കിൽ ജാതി സെൻസസ് എന്ന ആവശ്യവും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ കൃത്യമായൊരു മറുപടി BJP നൽകുകയാണ്. നിങ്ങളിൽ ഈ പ്രതിപക്ഷ പാർട്ടികളിൽ എത്ര പേർ അധികാരത്തിലേറിയപ്പോൾ ഒരു ദളിതനെ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട്, ഒരു പിന്നോക്ക വിഭാഗക്കാരനെ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട്, എത്ര OBC അംഗങ്ങൾക്ക് നിങ്ങൾ മുഖ്യമന്ത്രി പദം നൽകിയിട്ടുണ്ട് എന്ന ചോദ്യം ചോദിക്കുകയും ഇതാ ഞങ്ങൾ ഇവരെയൊക്കെ മുഖ്യമന്ത്രിമാരാക്കി, ഏത് വിഭാഗത്തിൽ നിന്നാണ് ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രി ഇല്ലാത്തത് എന്നത് പറയും. വനിതകളെ അടക്കം ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ളത് BJP ആണ് എന്ന് സാങ്കേതികമായി അവർക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു അവസരം. അത് മാത്രമല്ല, ഇതിൽ വേറൊരു കാര്യം, BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇതിൽ തർക്കമുണ്ടാകും നേതൃത്വത്തെ ചൊല്ലി എന്നത് വളരെ ഒരു സുവ്യക്തമായ കാര്യമായിരുന്നു. കാരണം ഈ ഇന്ത്യ മുന്നണി യോഗം ചേരാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ബീഹാറിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. അഗർ സച്ച് മേ ജീത് ചാഹിയേ തോ ഫിർ ഏക് നിശ്ചയ് ഓർ ഏക് നിതീഷ് ചാഹിയേ എന്ന, അതായത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് ജയിക്കണമെങ്കിൽ ദൃഢനിശ്ചയം വേണം, പിന്നെ നിതീഷ് കുമാറും വേണം എന്നതാണ്. അപ്പം നിതീഷ് കുമാറിനെ നേതാവാക്കണം എന്ന തരത്തിലുള്ള ഒരു നിലപാട് അവിടെ നിന്ന് ഉയർന്നു. മമതാ ബാനർജി അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എത്തിയതാണ് എന്ന് നമുക്കിപ്പോൾ അനുമാനിക്കാൻ. കാരണം ഇന്ത്യ മുന്നണിക്കകത്ത് നടക്കുന്ന തീരുമാനങ്ങളാണ്, അത് ആഭ്യന്തരമായി നടക്കുന്ന ചർച്ചകളാണ്. പക്ഷേ എങ്ങനെയാണ് ഇത് സ്ഥിരീകരിക്കുന്നത്? ഈ ഘട്ടത്തിൽ ഇലക്ഷൻ ചാനൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് മല്ലികാർജുൻ ഖാർഗെയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടു എന്ന വാർത്തയാണ്. ആ വാർത്ത എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് സ്ഥിരീകരിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ വൈക്കോ തന്നെയാണ്. ആ പ്രതികരണം നമുക്ക് കേൾക്കാം. That she suggested. क्या सजेस्ट किया ममता जी ने, आप एक बार बता दीजिए एक लाइन में. Karge Karge should be the PM.
Kharge should be for the PM or the convener face? PM face. Okay, sir. Thank you, sir. Thank you. റൈറ്റ്, എന്തായാലും വൈക്കോ വളരെ കൃത്യമായി പറയുന്നുണ്ട് PM ഫേസ്, അതായത് പ്രധാനമന്ത്രി എന്ന നിലയിൽ